ഡൊണാൾഡ് ട്രംപ് ആരാണ് എന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നിരവധി തവണ പാപ്പരായി പോയിട്ടും ഡൊണാൾഡ് ജോൺ ട്രംപ് എന്ന മനുഷ്യൻ എങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റായി മാറി, അതും രണ്ടാം തവണയും എങ്ങനെ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റായി മാറി എന്നതൊക്കെ ഏവരെയും അതിശയിപ്പിക്കുന്ന വലിയൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ആദ്യ തവണ മത്സരത്തിൽ വിജയിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായി വന്ന് നിരവധി കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് രണ്ടാം തവണ ഇലക്ഷനിൽ പരാജയപ്പെട്ട് മൂന്നാം തവണ പിന്നെയും ജയിച്ച് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഡൊണാൾഡ് ട്രംപിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അയാൾ ഇനി അടുത്തത് എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികൾ അദ്ദേഹം നടപ്പിൽ വരുത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അധികാരത്തിലേറിയ ഉടനെ 200ഓളം ഉത്തരവുകൾ അദ്ദേഹം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ വളരെയധികം നിർണായകമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരുപാടധികം ഉത്തരവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരു നായകനോ വില്ലനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാടധികം നിയമക്കുരുക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 26ഓളം സ്ത്രീ പീഡന കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പരിശോധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലീച്ച്മെൻറ്റുകൾക്ക് പലതവണ വിധേയമായിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാടധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെ തന്നെയായാലും വിശദമായ നിലയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ആരാണ്, എങ്ങനെയാണ് ഒരു സാധാരണ ബിസിനസ്സുകാരനായിരുന്ന അദ്ദേഹം രണ്ടാം തവണയും ജയിച്ച് അധികാരത്തിലേറി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നമുക്ക് ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. 1946 ജൂൺ മാസം 14 ന്യൂയോർക്കിലാണ് ഡൊണാൾഡ് ജോൺ ട്രംപ് ജനിക്കുന്നത്. ഈ ട്രംപ് കുടുംബത്തെക്കുറിച്ച് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക്, ന്യൂയോർക്കിലേക്ക് കുടിയേറിയിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന കാര്യമാണ്. മാത്രമല്ല ജർമ്മനിയിൽ നിന്ന് അവരെ പുറത്താക്കുന്ന ചില സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അതോടുകൂടിയിട്ടാണ് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു പോകാതെ പിന്നീട് അവർ ന്യൂയോർക്കിൽ തന്നെ താമസമാക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും പിൽക്കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ട്രംപ് ഏതായാലും നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ സ്വീഡനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു കുടുംബമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ട്രംപ് ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ തന്നെയും ബാക്കിയുള്ള സമ്പന്നമായിട്ടുള്ള ഫാമിലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത ചെറിയ ചെറിയ ജോലികളൊക്കെ തന്നെയും ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടും മറ്റുമൊക്കെ അവരുടെ അച്ഛൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ പത്രം ഡെലിവറി ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ചെറിയ പ്രായത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചെറിയ പ്രായം മുതൽക്കേ തന്നെ അച്ഛൻ്റെ വ്യത്യസ്ത ശിക്ഷണങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഓണറായിട്ടുള്ള അച്ഛൻ ഫ്രെഡ് ട്രംപ് ചെറിയ പ്രായത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപിനും സഹോദരങ്ങൾക്കും ഒക്കെ തന്നെയും റിയൽ എസ്റ്റേറ്റിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു നൽകുമായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായമൊക്കെ തന്നെയും കടന്നു പോകുന്നത്. പിന്നീട് ഏറെക്കുറെ 13 വയസ്സാകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് മിലിറ്ററി ബോർഡിംഗ് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വാർത്തെടുക്കാൻ ഈ ഒരു കാലഘട്ടം വലിയ തോതിൽ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു കാലഘട്ടമാണ് ഇത് എന്ന നിലയിലൊക്കെ തന്നെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു താല്പര്യം ഒരു ഫിലിം സ്കൂളിലേക്ക് പോവുക, അവിടെ ചെന്ന് പഠിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് അതൊക്കെ തന്നെയും മാറിയിട്ട് അച്ഛൻ്റെ വഴിയെ പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ എക്കണോമിക്സിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ തന്നെയും അദ്ദേഹം തിരിയുന്നുണ്ട്. അങ്ങനെ 1968 എത്തുമ്പോഴാണ് അദ്ദേഹം പിന്നീട് അച്ഛൻ്റെ കമ്പനിയിൽ ആദ്യമായിട്ടൊരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. എന്തൊക്കെ തന്നെയായാലും തിരക്കിലില്ലാത്ത നിലയിൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഡൊണാൾഡ് ട്രംപ്, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപിനും അച്ഛൻ ഫ്രെഡ് ട്രംപിനും അവരുടെ കമ്പനിക്കും എതിരായിട്ട് പലതരത്തിലുള്ള ലീഗൽ ഇഷ്യൂസുകളും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ റേസ്
ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത പരാതികളും അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെയും മറ്റുമൊക്കെ പല പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ കറുത്തവരോടും വെളുത്തവരോടും ഒരു ചെറിയ വിവേചനമൊക്കെ തന്നെയും നിലനിർത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്നുമുള്ളത് ഇന്നുമുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയായിരുന്നു പലതരത്തിലുള്ള ചില നിയമക്കുരുക്കുകളിലൂടെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ തന്നെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാലഘട്ടങ്ങളിൽ തൻ്റെ ഓരോ നാളുകളെയും തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അന്നത്തെ കാലത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് ന്യൂയോർക്ക് വലിയൊരു നഗരമായിട്ട് മാറും, വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു മേഖലയിൽ വരും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം തൻ്റെ റെപ്യൂട്ടേഷനും അച്ഛൻ്റെ കണക്ഷനും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ന്യൂയോർക്ക് നഗരത്തിലെ പഴയ പല ബിൽഡിങ്ങുകളും മേടിക്കാനും അതൊക്കെ തന്നെയും റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാനും ഒക്കെ ആരംഭിച്ചു. ഈ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓൾഡ് കൊമഡോർ ഹോട്ടലൊക്കെ അദ്ദേഹം മേടിക്കുന്നുണ്ട്, അതിന് അദ്ദേഹം ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് ആയിട്ടുള്ള ട്രംപ് ടവറൊക്കെ തന്നെയും അദ്ദേഹം ആരംഭിക്കുന്നത്. അങ്ങനെ ആകെമൊത്തം 1980-കളിൽ തന്നെ പതിയെ പതിയെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് പതിയെ ഫേമസ് ആയി വരാൻ ആരംഭിക്കുകയാണ്. ജനങ്ങൾക്കിടയിലൊക്കെ ചെറിയ രീതിയിലൊരു സംസാര വിഷയമായിട്ട് പോലും അദ്ദേഹം മാറി വരാൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അന്നത്തെ കാലം മുതൽക്കേ തന്നെ ഒരു വലിയ അറ്റൻഷൻ സീക്കർ ആയിരുന്നു. എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ വലിയ തോതിൽ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ചെറിയ രീതിയിലുള്ള ചില മാനിപ്പുലേഷൻസ് ഒക്കെ തന്നെയും ഫേമസ് ആകുക എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഫോബ്സിൻ്റെ അമേരിക്കയിലെ ഏറ്റവും വലിയ 400 പണക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ആസ്തി $5 മില്യൺ ഉള്ളതിനെ ഏറെക്കുറെ $100 മില്യൺ ആയിട്ട് പെരുപ്പിച്ചതൊക്കെ തന്നെയും കാണിക്കുന്നുണ്ട്. പിൽക്കാലത്തും ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉഡായ്പകളൊക്കെ തന്നെയും ഫേമസ് ആകുക അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫേമസ് ആകുന്നതിന് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള മാർഗങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ഈ ഒരു കാലഘട്ടങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ 1980-കളുടെയും 90-കളുടെയും ഇടയിൽ വലിയ തോതിൽ തന്നെ ഫേമസ് ആയിട്ട് മാറാനും ഡൊണാൾഡ് ട്രംപിന് സാധിക്കുന്നുണ്ട്. ട്രംപ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് പോലും ആക്കിയെടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ളൊരു കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ 1990-കൾക്ക് ശേഷം വലിയ തോതിലുള്ള ഒരു അധപ്പതനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ 1988 ഏറെക്കുറെ 22ഓളം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ഏറെക്കുറെ $380 മില്യൺ നൽകിക്കൊണ്ട് അദ്ദേഹം ഈസ്റ്റേൺ എയർലൈൻസിനെ സ്വന്തമാക്കുകയും അതിനെ ട്രംപ് ഷട്ടിൽ എന്ന് പേരൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം സർവീസ് നടത്താനൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇതൊരു പാപ്പരത്വത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവസാനം ഏറ്റവും ഒടുവിൽ പേഴ്സണൽ ഡെബിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഏറെക്കുറെ $900 മില്യൺ കടം വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു എയർലൈൻസിനെ പൂർണ്ണമായിട്ടും വിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല 1992 നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബാങ്ക്രപ്സി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 പ്രോപ്പർട്ടികൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 91 ഒരു കസിനോ തുടങ്ങിയിട്ട് അതും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട്. 2004-ലാണെങ്കിലും 2009-ലാണെങ്കിലും അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം തുടങ്ങി വെച്ച പല ബിസിനസ്സുകളും പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പേഴ്സണൽ ഡെബിറ്റുകളിലേക്ക് പോലും ഡൊണാൾഡ് ട്രംപ് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെയും അദ്ദേഹം ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ബിസിനസ്സിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതിന് പകരമായിട്ട് വ്യത്യസ്ത മേഖലകളിലേക്ക് തൻ്റെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിലൊക്കെ തന്നെയും തൻ്റെ കയ്യൊപ്പ് ചാർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പലതരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് സ്വയം ഒരു ബ്രാൻഡായി മാറിയിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചല്ലോ. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കടക്കണികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും അധികം സഹായകമായിട്ട് മാറി വന്നതും ട്രംപ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് നെയിം തന്നെയായിരുന്നു. അദ്ദേഹം പിന്നീട് ചെയ്തൊരു പരിപാടി കടം വീട്ടുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ചെയ്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിമിനെ ട്രംപ് എന്ന് പറയുന്ന നെയിമിനെ പലർക്കും വിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതൊരു ഫ്രാഞ്ചൈസി പാറ്റേണിലും മറ്റുമൊക്കെ നൽകുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് പല ആളുകളും ഈ ട്രംപ് ടവർ എന്ന് പറയുന്ന കാര്യമൊക്കെ കണ്ടിട്ട് അത് വലിയ തോതിൽ ഫേമസ് ആണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ബിൽഡിങ്ങുകൾക്കും ഇതുപോലെ തന്നെ ട്രംപ് ടവർ എന്ന് പേരിടണം എന്നൊരു ആഗ്രഹത്തോടു കൂടെ ഡൊണാൾഡ് ട്രംപിനെ സമീപിക്കും. ആ ഒരു സമയത്ത് അദ്ദേഹം അതിന് ഒരു നിശ്ചിത എമൗണ്ട് പറയും, തൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നെയിം ഇടുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ തകർന്നടിഞ്ഞ് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ പേരിനെ ഇത്തരത്തിൽ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രാഞ്ചൈസികളിലായിട്ടും മറ്റുമൊക്കെ രീതിയിലൊക്കെ തന്നെ
തന്നെയും നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മളിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ ട്രംപ് ടവറുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും വ്യത്യസ്ത മേഖലകളിലേക്ക് പിന്നെയും ഡൊണാൾഡ് ട്രംപ് തൻ്റെ ബിസിനസ്സിനെ വ്യാപിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഗോൾഫ് കോർട്ടുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ആൽക്കഹോൾ ബ്രാൻഡ് എല്ലാം ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിച്ചേരുകയും ഏറ്റവും അവസാനം അതൊക്കെ തന്നെയും വിറ്റഴിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക്, ഒഴിവാക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഏറെക്കുറെ 19 ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന അവസരത്തിൽ ചില ഉഡായ്പകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പല പുസ്തകങ്ങളും ഒരു കോ ഓതർ എന്നുള്ള നിലയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തുറന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല ആളുകളും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ അദ്ദേഹം തൻ്റെ പേര് കൂടെ കോ ഓതറായിട്ട് അവിടെ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ പണം നൽകുകയും അത്തരത്തിലാണ് 19 പുസ്തകങ്ങളോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഫേമസ് ആകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരിപാടികളായിരുന്നു ഇതും എന്ന് നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം. പക്ഷേ ഇതൊക്കെ തന്നെയും അദ്ദേഹത്തിന് പല രീതികളിലായിട്ട് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു ഏറെക്കുറെ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പരിപാടികളിലൂടെ, പലതരത്തിലുള്ള ബിസിനസ്സുകളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ചിലതിലൊക്കെ നേട്ടം കൊയ്യുമ്പോൾ മറുഭാഗത്ത് വലിയ തോതിലുള്ള അധപ്പതനത്തിലേക്ക്, വലിയ തോതിലുള്ള നഷ്ടങ്ങളിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തുന്നുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും തകരാതെ അദ്ദേഹം മറ്റു പല മേച്ചിൽപ്പുറങ്ങളും അന്വേഷിച്ച് യാത്രയാവുകയും പുതിയ വ്യത്യസ്ത മേഖലകളിലേക്ക്, പുതിയ വ്യത്യസ്ത ബിസിനസ് ആശയങ്ങളുമായിട്ട് കടന്നു വന്നുകൊണ്ട് അവിടെയൊക്കെ തന്നെയും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രംപ് സിഗ്നേച്ചർ അവിടെയൊക്കെ തന്നെയും അവശേഷിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിനെ ഫെയിമിലേക്ക് കൊണ്ടെത്തിച്ച മറ്റൊരു കാര്യമായിരുന്നു 2004 മുതൽ 2015 വരെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നൊരു കാര്യം. ദ അപ്രന്റീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളുടെ ബിസിനസ് കഴിവുകളൊക്കെ തന്നെയും വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ഏറെക്കുറെ 10-15 സീസണുകളോളം 2004 മുതൽ 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിട്ട് പ്രവർത്തിച്ചിരുന്നതും ഒക്കെ തന്നെയും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ തന്നെ അവരുടെ മനസ്സിലൊക്കെ തന്നെയും ഇടം പിടിച്ച ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട്, ഒരു മുഖമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു കാലഘട്ടങ്ങളിൽ സാധിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലരും വിചാരിച്ചിരിക്കുന്നത് 2015 ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനിലേക്ക് കടന്നു വരുന്നത്, പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ 2000-കളിൽ തന്നെ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് ഡൊണാൾഡ് ട്രംപ് നിന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്നും പിൻവാങ്ങുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ പൊളിറ്റിക്കൽ കരിയറുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം ബറാക്ക് ഒബാമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബറാക്ക് ഒബാമയുടെ സിറ്റിസൺഷിപ്പ് പരിശോധിക്കണം, അദ്ദേഹം ഒരു അമേരിക്കൻ പൗരൻ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ബറാക്ക് ഒബാമയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ജനരോഷം ഉയർന്നിട്ടുണ്ടായിരുന്നു. ദ അപ്രന്റീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഷോക്ക് വലിയ തോതിൽ തന്നെ വ്യൂവർഷിപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലൂടെ ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നിലയിൽ ഒരു വികൃതിക്കാരൻ കുട്ടി എങ്ങനെയാണോ പെരുമാറുക അതേ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ തന്നെയും പലപ്പോഴും ഡൊണാൾഡ് ട്രംപിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ പരിശോധിച്ച് നോക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് ഒരു ഇൻസിഡൻറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കൽ തന്നെ മ്യൂസിക് പഠിപ്പിക്കാൻ വന്ന ടീച്ചർക്ക് മ്യൂസിക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖത്തിനിട്ട് നല്ല ഇടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചെറിയ പ്രായം മുതൽക്കേ തന്നെ തീർത്തും ഒരു വിചിത്രമായിട്ടുള്ള രീതിയിൽ പലപ്പോഴും പെരുമാറുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ബറാക്ക് ഒബാമയെ ഇത്തരത്തിൽ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചതിന് അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളിലൂടെയും ഡൊണാൾഡ് ട്രംപിന് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബറാക്ക് ഒബാമയും ഡൊണാൾഡ് ട്രംപും ഒരുമിച്ചുള്ള ഒരു സദസ്സിൽ ബറാക്ക് ഒബാമ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ ഇരുത്തി ആക്ഷേപിക്കുകകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന് എൻ്റെ അസ്തിത്വം അന്വേഷിക്കാനാണ് ആഗ്രഹം, അല്ലാതെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ യാതൊരുവിധ ആഗ്രഹമില്ല, അങ്ങനെ
ഒക്കെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള രീതിയിലും ബറാക്ക് ഒബാമ കൃത്യമായിട്ടുള്ള മറുപടികൾ ഡൊണാൾഡ് ട്രംപിനെ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീടുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 2015 ഇലക്ഷനിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നുണ്ട്. ഇവിടൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വംശീയത അല്ലെങ്കിൽ ആ ഒരു കറുത്ത വർഗ്ഗക്കാരോടുള്ള ഒരു വിദ്വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബറാക്ക് ഒബാമയുടെ കാര്യത്തിലാണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം 2015 ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്ന അവസരത്തിൽ ആരും അദ്ദേഹത്തെ വലിയ രീതിയിൽ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല തുടക്കഘട്ടത്തിലൊന്നും. എന്നാൽ പിന്നീടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കൈവരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് വരുന്നതും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ, ഒരുപാട് ഈ പറഞ്ഞ രീതിയിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളും ഒരുപാട് നിയമങ്ങളും ഒക്കെ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് അതിനുശേഷം 2020 ജോ ബൈഡനോട് അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് വലിയ തോതിലുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജോ ബൈഡനോട് ഞാൻ തോറ്റു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളാരും എന്നെ കാണില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പല പരാമർശങ്ങൾ പോലും ഡൊണാൾഡ് ട്രംപ് ഈ ഒരു സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു പൂർണ്ണ പരാജയത്തിലേക്ക് അദ്ദേഹം അവിടെ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹം ആ ഒരു പ്രസിഡന്റ് ഇലക്ഷനിൽ തോൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിരിക്കുകയാണ്. അതായത് മുൻകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ തന്നെയും ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലും ഒരുപോലെ ഉയർച്ചയും താഴ്ചയും നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അധികാരത്തിലേറിയ ഉടനെയോ അതിസുപ്രധാനമായിട്ടുള്ള 200ഓളം വരുന്ന നിയമങ്ങളാണ്, ഉത്തരവുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള 2 ജെൻഡറുകൾ മാത്രം മതി എന്ന് തുടങ്ങിയിട്ടുള്ള ഉത്തരവുകൾ, അതുപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഉത്തരവ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവുകൾ ഇതിനോടകം തന്നെ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചിലതിനൊക്കെ ഇപ്പോൾ സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇനിയുള്ള ഈ 4 വർഷക്കാലത്ത് ഡൊണാൾഡ് ട്രംപ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആകാംക്ഷയോടുകൂടി തന്നെ ലോകം മുഴുവനും ഒരുപോലെ തന്നെ അമേരിക്കയിലേക്കും ഡൊണാൾഡ് ട്രംപിലേക്കും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും അമേരിക്കയുടെ പല തീരുമാനങ്ങൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ പല തീരുമാനങ്ങൾ ഗ്ലോബലി പോലും വലിയ വ്യതിയാനങ്ങൾ, വലിയ വ്യത്യാസങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ WHO നിന്നൊക്കെ തന്നെയും അമേരിക്ക പുറത്തു പോവുകയാണെന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല പാവപ്പെട്ട രാജ്യങ്ങൾക്കും പല ദരിദ്ര രാജ്യങ്ങൾക്കും നൽകുന്ന സഹായങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതകളുണ്ട്. കാരണം WHO ഏറ്റവും അധികം പണം നൽകിയിട്ടുണ്ടായിരുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയുടെ പല തീരുമാനങ്ങൾ, അതായത് ഡൊണാൾഡ് ട്രംപിനി അങ്ങോട്ട് കൈക്കൊള്ളാൻ പോകുന്ന പല തീരുമാനങ്ങളും ലോകത്ത് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും ഈ അടുത്ത 4 വർഷക്കാലത്ത് എന്ന് നമുക്ക് ഏവർക്കും കണ്ട് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണും. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചു വെച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു വില്ലനാണോ അതോ ഒരു നായകനാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.